ചേർത്ത കാരണം കുറച്ച് ഒരു അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ച്. അപ്പോൾ പ്രീ പ്രൈമറിയിൽ ചേർത്തപ്പോൾ ഫസ്റ്റ് വർഷത്തിൽ ഒന്നും എഴുതിയിരുന്നില്ല. എന്ത് കൊടുത്താലും ആദ്യത്തെ ഒരു ലെറ്റർ മാത്രം എഴുതിക്കൊടുക്കും. കാരണം അത് മാത്രമേ അവന് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ, ബാക്കി അവന് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അവിടെ തിരുവാലിയാതെ ഇങ്ങനെ ഒരു അബാക്കസിൻ്റെ നോട്ടീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ നടന്നില്ല. പിന്നെ UKG എത്തിയപ്പോഴാണ് ഇത് കണ്ടത്. ആ ഒരു വർഷം കൊണ്ട് തന്നെ അവൻ വളരെയധികം, അതായത് കൊടുക്കുന്ന വേർഡ്സ് മൊത്തം വാങ്ങി 10ൽ 10ഉം ഇൻവിറ്റേഷനൊക്കെ നടക്കുമ്പോൾ ഫുൾ മാർക്ക്. അതായത് ആ ഒരു കോൺസെൻട്രേഷൻ അവന് കിട്ടൽ തുടങ്ങിയത് ഇതിൽ ചേർന്നതിന് ശേഷമാണ്. അത് ഞാനിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ കുട്ടികൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു ചേർത്ത് നോക്കുള്ളൂ. എല്ലാം ഒന്നെങ്കിൽ ഫസ്റ്റ് വേർഡ് മാത്രം ശരിയാക്കും, അതല്ലെങ്കിൽ എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ബാക്കി എന്താണ് അവൻ അറിയില്ലായിരുന്നു. അതിന് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ ആഗസ്റ്റിൽ ഞങ്ങൾ വന്ന് ചേർന്നു. ആഗസ്റ്റ് ലാസ്റ്റ് 25-26 ചേർന്നത്. ആ നവംബറിൽ തന്നെ കോമ്പറ്റീഷന് പോയി. നാഷണൽ കോമ്പറ്റീഷന് 3rd വാങ്ങി. അപ്പോൾ അതോടെ തന്നെ അവൻ അതിലേക്ക് അതുവരെ വരുന്നില്ല. ഇതിൻ്റെ റീമോയിസ് ആയിരുന്നു. ഞാനും കൂടെ ഇരുന്നിട്ടാണ് അവൻ ആ പാർട്ടസ് ജയിച്ചിരുന്നത്. കാരണം ഇരിക്കില്ലായിരുന്നു. അങ്ങനെ പിന്നെ പക്ഷെ പ്രാക്ടീസ് ചെയ്യാതെ പോലെയാണ് വീട്ടിൽ പിടിച്ചിരുത്താനുള്ളത്. അതിന് കുറച്ചു നേരമൊക്കെ ഇരിക്കുള്ളൂ. പ്രാക്ടീസിന്റെ നല്ല കുറവ് അങ്ങനെയുണ്ട്. പിന്നെ അതിന്റെ മടി കൊണ്ട് തന്നെ പിന്നെ ബാക്കി കോമ്പറ്റീഷൻ ഈ വർഷം കിട്ടിയിട്ട് നിർബന്ധിച്ചാണ് വിട്ടത്. അതിൻ്റെതായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു നവംബർ മുതൽ ഞങ്ങൾ വന്നിട്ടില്ല. എന്റെ തിരക്ക് കാരണം അവനെയും കൂടെ കൊണ്ടാക്കാത്തൊരവസ്ഥ വന്നിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എന്നോട് പറയാം, മിസ് വിളിച്ചാൽ ഞാൻ പറയൂ, അമ്മ പറയണ്ട.